നല്ലൊരു കുടുംബമോ നല്ലൊരു സമൂഹമോ നല്ലൊരു പ്രസ്ഥാനമോ ഒക്കെ ഉണ്ടാവാൻ ആത്യന്തികമായിട്ട് ആവശ്യമായിട്ടുള്ളത് നാം ഓരോരുത്തരും നല്ലവരായിരിക്കുക എന്നുള്ളതാണ് എന്നതിനെ ചുറ്റിപ്പറ്റിയാണ് ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ ആരംഭം ധാർമ്മികതയിൽ അടിയൂന്നിയ ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്ന കാര്യത്തെക്കുറിച്ച ചിന്തകളായിരുന്നു. ആ ചിന്തകൾ ആരംഭിച്ചത് ഡോസ്റ്റോവസ്കിയുടെ കാരമസോവ് സഹോദരങ്ങൾ എന്നുള്ള നോവലിനെ കുറിച്ചുള്ള പഠനത്തിലായിരുന്നു. അതിനകത്ത് സോസിമ എന്ന് പറയുന്ന ആ ഒരു മുഖ്യ കഥാപാത്രം അല്ലെങ്കിൽ ഒരു പ്രധാന കഥാപാത്രം അവർ നടത്തുന്ന ഈ ധാർമ്മികതയെക്കുറിച്ച്, മതത്തെക്കുറിച്ച്, സംസ്കാരത്തെക്കുറിച്ച് അങ്ങനെയൊക്കെയുള്ളൊരു ചില ചിന്തകളായിരുന്നു. ഈ 3 സഹോദരങ്ങളിൽ ഒരാളായിട്ടുള്ള അലോഷ്യക്ക് പറഞ്ഞു കൊടുക്കുന്ന ഉപദേശങ്ങളാണ്. ആ ഉപദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ചിന്തകൾ ആരംഭിച്ചത്. അങ്ങനെ എങ്ങനെ നമ്മൾ ഓരോരുത്തരും നന്നാവാൻ പരിശ്രമിക്കണം, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് നന്നാവാൻ കഴിയും എന്നുള്ള ചിന്തകളായിരുന്നു ഈ മനസ്സ് വെച്ചാൽ നന്നാവാം എന്നതിനെ അടിസ്ഥാനമാക്കി ചിന്തിച്ചുകൊണ്ടിരുന്നു. എങ്ങനെയാണ് മനസ്സ് വെക്കുക എന്നായിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ചിന്ത. അതിൻ്റെ സമാപനത്തോട് അടുക്കുമ്പോൾ ഈ ഡോസ്റ്റോവസ്കിയുടെ എങ്ങനെയാണ് നന്നാവാനായിട്ട് നാം പരിശ്രമിക്കേണ്ടതെന്നുള്ള വേറൊരു വശം കൂടെ ചിന്തിക്കാൻ വിചാരിച്ചു. അതിതായിരുന്നു, നാം മറ്റുള്ളവരെ വിധിക്കുമ്പോൾ നാം വിധിക്കുന്ന അതേ തെറ്റ് മറ്റൊരു രൂപത്തിൽ നമ്മളുണ്ട് എന്ന് തിരിച്ചറിയാൻ കഴിയുന്ന വ്യക്തിക്ക് നന്നാവാൻ കഴിയുമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. റിമെമ്പർ particularly that you cannot be a judge of everyone, for one can judge a criminal until he recognizes that he is just such a criminal as the man standing before him, and that he perhaps is more than all men to blame for that crime. When he understands that, he will be able to be a judge. Though that sounds absurd, it is true. If I had been righteous myself, perhaps there would have been no criminal standing before me. If you can take upon yourself the crime of the criminal your heart is judging, take it at once, suffer for him yourself, and let him go without reproach. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഉപദേശം. നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന അല്ലെങ്കിൽ നാം വിധിക്കുന്ന, അത് ജഡ്ജിമാർ വിധിക്കുന്ന വിധിയെക്കുറിച്ചല്ല, നാം നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും അല്ലെങ്കിൽ ഓരോ ദിവസവും എത്രയോ പേര് നാം വിധിച്ച് വധിക്കുന്നു, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ, അല്ലെങ്കിൽ വിധിച്ച് മാറ്റി നിർത്തുന്നു, അല്ലെങ്കിൽ വിധിച്ച് അവഗണിക്കുന്നു, അല്ലെങ്കിൽ വിധിച്ച് തിരസ്കരിക്കുന്നു, അല്ലെങ്കിൽ വിധിച്ച് പാർശ്വവൽക്കരിക്കുന്നു, ഒരു മൂലക്കിലേക്ക് മാറ്റിയിടുകയാണ്. കാരണം അവർ നമ്മുടെ സ്നേഹം അറിയിക്കുന്നില്ല, നമ്മുടെ പരിഗണന അറിയിക്കുന്നില്ല. അതാണ് നമ്മുടെ വിധിയുടെ ആത്യന്തികമായിട്ടുള്ള ഒരടിസ്ഥാനം. അവർ നമ്മുടെ സ്നേഹം അറിയിക്കുന്നില്ല, പരിഗണന അറിയിക്കുന്നില്ല എന്ന് നാം അവരെക്കുറിച്ച് വിധിക്കാൻ ഉള്ള ഒരു കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ചിന്തിച്ച മാതിരി നമ്മുടെ മനസാക്ഷി കുത്ത് തന്നെയാണ്, യാതൊരു സംശയമില്ല. കാരണം നാം അവരെക്കുറിച്ച് വിധിക്കുന്ന ആ തിന്മ മറ്റൊരു രൂപത്തിൽ നമ്മിലുണ്ട് എന്ന് നമുക്ക് അംഗീകരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അതിനെ ഒന്ന് കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നാം അവരെ മറ്റൊരു തരത്തിൽ വിധിച്ച് മാറ്റി നിർത്തുന്നു. ഡോസ്റ്റോവസ്കി പറഞ്ഞ മാതിരി ആ തിരിച്ചറിവ് നമ്മിലുണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നാം അപ്രകാരമുള്ളൊരു നീതിമാനായിരുന്നുവെങ്കിൽ, അതൊരു നാം വിധിക്കുന്ന അതേ തിന്മ മറ്റൊരു രൂപത്തിൽ നമ്മളില്ല എന്ന് കണ്ടെത്താൻ തക്കവണ്ണവും അതിനെ തമസ്കരിക്കുന്ന നന്മ നമ്മിലുണ്ടെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അവർ ഇപ്രകാരം ഒരു തിന്മയുടെ ഭാഗമാകില്ലായിരുന്നു എന്ന് തിരിച്ചറിയാനായിട്ടുള്ള ആ ഒരു എന്താ പറയുക ധാർമ്മിക മനസാക്ഷി. ആ ധാർമ്മിക മനസാക്ഷി എന്ന് നമ്മിലുണ്ടാവുന്നു അന്ന് നാം നല്ല മനുഷ്യരാകും. കാരണം നാം മറ്റുള്ളവരെ വിധിക്കുമ്പോൾ അതേ തെറ്റ് മറ്റൊരു രൂപത്തിൽ നമ്മിലുണ്ട് എന്നുള്ള തിരിച്ചറിയാനും, അതുകൊണ്ട് നമുക്ക് അവരെ വിധിക്കാൻ അവകാശമില്ല എന്നും, 2, 3 അവരിൽ നാം കാണുന്ന തിന്മയുടെ പേരിൽ അവർക്ക് അതിൻ്റെ കുറ്റക്കാരൻ ഞാനാണ്, കാരണക്കാരൻ ഞാനാണ്, കുറ്റക്കാരൻ എൻ്റെ കാരണക്കാരൻ ഞാനാണ് എന്നുള്ള തിരിച്ചറിവോടുകൂടി അവരുടെ ആ വീഴ്ചയുടെ, ആ തെറ്റിൻ്റെ, ആ കുറ്റത്തിൻ്റെ ഒരു പ്രധാന പങ്ക് ഞാൻ തന്നെ ഏറ്റെടുത്തുകൊണ്ട് അവർക്ക് വേണ്ടി ഞാനത് സഹിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ നാം നല്ല മനുഷ്യരായിട്ട് മാറും. അങ്ങനെ നല്ല മനുഷ്യരായിട്ട് മാറാനായിട്ടുള്ള ഒരു പരിശ്രമമെങ്കിലും നമുക്കിന്ന് നടത്താം. അതിനുള്ള അവസരങ്ങൾ പാഴാക്കാതിരിക്കാം. അപ്പോൾ നാം നല്ല മനുഷ്യരാകും. നാം നല്ല മനുഷ്യരാകുമ്പോൾ നമ്മുടെ കുടുംബം നന്നാവും, നമ്മൾ നയിക്കുന്ന പ്രസ്ഥാനങ്ങൾ നന്നാവും, നമ്മുടെ ചുറ്റുപാടുകൾ നന്നാവും, നമ്മുടെ സമൂഹവും നന്നാവും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു.